Hello everyone, welcome to Groww Malayalam. This is Shayas Rafia Moideen. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഇൻവെസ്റ്റിംഗിന്റെ ഫണ്ടമെന്റൽ പാർട്ടുകളിൽ ഒന്നായ അണ്ടർ വാല്യുവേഷനെ കുറിച്ചാണ്. അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മൾ വിശദമായി കവർ ചെയ്യാൻ പോകുന്നത്. അണ്ടർ വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അണ്ടർ വാല്യുവേഷൻ അളക്കാൻ, മെഷർ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന റേഷ്യോസ് ഏതൊക്കെയാണ്? ഒരു സ്റ്റോക്കിന്റെ അണ്ടർ വാല്യുവേഷൻ ജസ്റ്റിഫൈഡ് ആണോ അല്ലയോ, അതായത് കാര്യത്തിൽ എടുക്കണോ വേണ്ടയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അണ്ടർ വാല്യുവേഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അണ്ടർ വാല്യൂഡ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയുള്ളത് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു കാര്യത്തിന് ശരിക്കും ഉണ്ടാവേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട വില അതിന് ലഭിക്കാത്ത അവസ്ഥ. അപ്പോൾ ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ് എന്നും കുറച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒത്തു വന്നാൽ ആ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഉയർന്നു വന്നേക്കാം എന്നും തോന്നിയാൽ ആ സ്റ്റോക്ക് വാങ്ങി വെക്കുന്നത് ഒരു നല്ല ഓപ്ഷൻ അല്ലേ? ബൈയിങ് ഈസ് എ ഗുഡ് ഓപ്ഷൻ ദർ. പക്ഷേ അണ്ടർ വാല്യുവേഷൻ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അണ്ടർ വാല്യുവേഷൻ എപ്പോഴും റിലേറ്റീവ് ആയിരിക്കും, ആപേക്ഷികമായിരിക്കും. അതായത് മറ്റെന്തെങ്കിലും ഒന്നുമായി താരതമ്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കൊരു സ്റ്റോക്കിന്റെ അണ്ടർ വാല്യുവേഷൻ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വാല്യുവേഷൻ മെഷർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില വാല്യുവേഷൻ റേഷ്യോസ് ഉണ്ട്. അവ ഏതൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണോ അല്ലയോ എന്നറിയാൻ ആ കമ്പനിയുടെ വാല്യുവേഷൻ റേഷ്യോ ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എന്നിട്ട് അതേ സെക്ടറിൽ ഉൾപ്പെടുന്ന സെയിം സ്വഭാവ സവിശേഷതകളുള്ള മറ്റു കമ്പനികളുടെ വാല്യുവേഷൻ റേഷ്യോവുമായി കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്ത കമ്പനിയുടെ വാല്യുവേഷൻ റേഷ്യോ കുറവാണെങ്കിൽ ആ കമ്പനി അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ആ കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രി സെക്ടറിന്റെ വാല്യുവേഷൻ റേഷ്യോ എടുത്ത് കമ്പയർ ചെയ്യാം. അപ്പോഴും നമ്മൾ എടുത്ത കമ്പനിയുടെ വാല്യുവേഷൻ റേഷ്യോ കുറവാണെങ്കിൽ ആ കമ്പനി അണ്ടർ വാല്യൂഡ് ആണ്. ഇനി അതും അല്ലെങ്കിൽ സെയിം കമ്പനിയുടെ തന്നെ മുൻകാലങ്ങളിലെ വാല്യുവേഷൻ റേഷ്യോവുമായി നിലവിലെ വാല്യുവേഷൻ റേഷ്യോ കമ്പയർ ചെയ്യാം. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ നിലവിലെ റേഷ്യോ കുറവാണെങ്കിൽ ആ കമ്പനി ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെ മുൻകാലങ്ങളിലെ വാല്യുവേഷൻ റേഷ്യോ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ പ്രവർത്തനത്തിൽ, ഓപ്പറേഷനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാത്ത സമയങ്ങളിലെ റേഷ്യോസ് എടുത്താണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. എന്തായാലും അണ്ടർ വാല്യുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന കീ വാല്യുവേഷൻ മെട്രിക്സ്, റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വാല്യുവേഷൻ റേഷ്യോ PE റേഷ്യോ ആണ്. വാല്യുവേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഏറ്റവും കോമൺ ആയി ഉപയോഗിച്ചു വരുന്ന റേഷ്യോ ആണ് ഇത്. പി റേഷ്യോ എന്ന് വെച്ചാൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്നാണ്. ഒരു കമ്പനിയുടെ ഏർണിംഗ് പവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന അളവാണ് പി റേഷ്യോ. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി എത്രമാത്രം പ്രീമിയമായ കമ്പനിയാണെന്ന് പി റേഷ്യോയിലൂടെ നമുക്കറിയാം. പി റേഷ്യോ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ആ കമ്പനിക്ക് ആളുകളുടെ മനസ്സിൽ വില കൊടുക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അത്രത്തോളം പ്രീമിയമാണ് ആ കമ്പനി നമുക്ക് പറയാം. പി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇങ്ങനെയാണ്: ഷെയർ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഏർണിംഗ് പെർ ഷെയർ. ഒന്നുകൂടി വിശദമാക്കിയാൽ, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റിനെ ആ കമ്പനിയുടെ ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഒരു ഷെയറിന് അനുപാതമായി എത്ര പൈസ കമ്പനി അവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഏർണിംഗ്സ് പെർ ഷെയർ. ഇതിനെ ഷെയർ പ്രൈസ് അഥവാ കമ്പനിയുടെ ഒരു ഷെയറിന്റെ വില കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പി റേഷ്യോ കിട്ടും. അതായത് കമ്പനി ഉണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും മാർക്കറ്റ് എത്ര വിലയാണ് കൊടുക്കുന്നത് എന്നതിനെയാണ് PE റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന കമ്പനി എങ്ങനെയുള്ളതാണ്, ആ കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രി ഏതാണ്, കമ്പനിയുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്താണ് എന്നതൊക്കെ അനുസരിച്ച് ഈ PE റേഷ്യോയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ കമ്പനിയും തമ്മിൽ. അതുകൊണ്ട് ഒരു കമ്പനി അണ്ടർ വാല്യൂഡ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ആ കമ്പനിയുടെ PE എടുത്ത് ആ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ആയ ഒരു കമ്പനിയുടെ PEയുമായോ അല്ലെങ്കിൽ ആ കമ്പനി ഉൾപ്പെടുന്ന സെക്ടറിന്റെ PEയുമായോ അതുമല്ലെങ്കിൽ സെയിം കമ്പനിയുടെ തൊട്ടു മുൻപുള്ള കാലഘട്ടങ്ങളിലെ PE എടുത്തോ ആണ് കമ്പയർ ചെയ്യാൻ പറ്റുക. അല്ലാതെ വളരെ വ്യത്യാസമുള്ള കമ്പനികൾ എടുത്തിട്ട് അല്ലെങ്കിൽ സെക്ടേഴ്സ് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ട് അണ്ടർ വാല്യൂഡ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ PE റേഷ്യോ 25 ആണെന്നും അതേ സെക്ടറിലുള്ള സമാനമായ മറ്റൊരു കമ്പനി B അതിന്റെ PE റേഷ്യോ 35 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ B യെ അപേക്ഷിച്ച് A അണ്ടർ വാല്യൂഡ് ആണ്. ഇതേപോലെ തന്നെ എയുടെ നിലവിലുള്ള PE
ആ കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ പി റേഷ്യോയുമായി കമ്പയർ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ അപേക്ഷിച്ച് ആ കമ്പനി അണ്ടർ വാല്യൂഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് കമ്പനികളും തമ്മിൽ പെർഫോമൻസ്, ഫിനാൻഷ്യൽസ്, ബ്രാൻഡ് സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം സിമിലിയർ ആണ് എന്നതും പ്രധാനമാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഒരേപോലെ വരുന്ന കമ്പനികളുടെ പി ഇ റേഷ്യോസ് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ വാല്യൂഷൻ കുറച്ചുകൂടി കൃത്യമായി നമുക്ക് മെഷർ ചെയ്യാനാകും. എത്രത്തോളം അണ്ടർ വാല്യൂഷൻ നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് ആ സിമിലാരിറ്റി അനുസരിച്ചാണ് ഇരിക്കുന്നത്. അടുത്തത് പി ബി റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ഈ റേഷ്യോ മെയിനായും ഉപയോഗിക്കുന്നത് കമ്പനിയുടെ അസറ്റ് വാല്യൂ വളരെ എളുപ്പത്തിലും കൃത്യമായും കണ്ടെത്താൻ കഴിയുന്ന ബിസിനസ്സുകളുടെ വാല്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ബാങ്കുകൾ പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവയുടെ ഫിനാൻഷ്യൽ അസറ്റ്സിൽ നിന്നുള്ള ഏർണിംഗ് പവർ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികളുടെ അണ്ടർ വാല്യുവേഷൻ അറിയാൻ വേണ്ടി പി ബി റേഷ്യോ ഒരു നല്ല വാല്യുവേഷൻ മെട്രിക് ആണ്. പി ഇ റേഷ്യോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ പി ബി റേഷ്യോ ഉള്ള കമ്പനി തന്നെയാണ് അണ്ടർ വാല്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെയും മാത്രമല്ല, ഇവിടെ ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നുള്ള കമ്പനികളുടെ പി ബി എടുത്ത് കമ്പയർ ചെയ്ത് കിട്ടുന്ന വാല്യുവേഷൻ ക്രെഡിബിൾ ആവണമെന്നില്ല. ഇവിടെയും സെയിം ഇൻഡസ്ട്രിയും ഒരേപോലെയുള്ള ബിസിനസ് ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള കമ്പനികളാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഒരു കമ്പനിക്ക് അതിന്റെ കോമ്പറ്റേറ്റേഴ്സിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രമാത്രം വാല്യൂ ആണ് ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്നത് എന്നത് തന്നെയാണ് പി ബി റേഷ്യോയും റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പി ഇ റേഷ്യോന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എ എന്ന ബാങ്കിന്റെ പി ബി 4.18ഉം ബാങ്ക് ബിയുടെ പി ബി റേഷ്യോ 1.71ഉം ആണെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നത് കൂടുതൽ പി ബി റേഷ്യോ ഉള്ള ബാങ്ക് എക്കാണ് മാർക്കറ്റിൽ ഉയർന്ന വാല്യുവേഷൻ ഉള്ളതെന്നും എയെ അപേക്ഷിച്ച് ബി അണ്ടർ വാല്യൂഡ് ആണ് എന്നുമാണ്. ഇതേ ബാങ്കുകളെ ഈ ബാങ്കിങ് ഇൻഡസ്ട്രി മൊത്തത്തിലെടുത്തും കമ്പയർ ചെയ്യാമല്ലോ. ഉദാഹരണത്തിന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ പി ബി റേഷ്യോ 2.96 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ കുറഞ്ഞ പി ബി ഉള്ള ബാങ്ക് ബി അണ്ടർ വാല്യൂഡും ഇതിനേക്കാൾ കൂടുതൽ പി ബി ഉള്ള ബാങ്ക് എ ഓവർ വാല്യൂഡുമാണ് എന്ന് പറയാം. പക്ഷെ വീണ്ടും പറയുന്നു, നമ്മളൊന്ന് ആഴത്തിൽ ചികഞ്ഞു നോക്കി അനലൈസ് ചെയ്ത് എന്തുകൊണ്ടായിരിക്കും ബാങ്ക് ബി ഈ കുറഞ്ഞ പി വരാൻ കാരണം എന്ന് കണ്ടുപിടിക്കുക കൂടി വേണം. ചിലപ്പോൾ ബാങ്ക് എയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബാങ്ക് ബി അത്ര നല്ല പെർഫോമൻസ് കാഴ്ച വെക്കാത്തത് കൊണ്ടായിരിക്കാം മാർക്കറ്റ് അതിന് ഉയർന്ന വാല്യുവേഷൻ കൊടുക്കാത്തത്. അടുത്തത് പി ഇ ജി റേഷ്യോ. പി ജി റേഷ്യോ എന്ന് വെച്ചാൽ പ്രൈസ് ഏർണിംഗ്സ് ടു ഗ്രോത്ത് റേഷ്യോ എന്നാണ്. അതായത് നമ്മൾ ആദ്യം നോക്കിയ പി ഇ റേഷ്യോയുടെ കൂടെ ഒരു അഡീഷണൽ മെട്രിക്സ് കൂടെ ഇവിടെ വന്നു, ഇ പി എസ് ഗ്രോത്ത്, ഏർണിംഗ്സ് പെർ ഷെയർ ഗ്രോത്ത്. പി ഇ ജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പനിയുടെ പി ഇ റേഷ്യോ എടുത്ത് അതിനെ കമ്പനിയുടെ ഇ പി എസ് ഗ്രോത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. നോർമൽ പി ഇ റേഷ്യോയേക്കാൾ വാല്യുവേഷനെ കുറിച്ചുള്ള ബെറ്റർ ആയ ഒരു പിക്ചർ നമുക്ക് ഈ പി ഇ ജി റേഷ്യോ നൽകും. പി ഇ റേഷ്യോ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ വിശദമായി നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇതും യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. എ എന്ന കമ്പനിയുടെ പി ഇ ജി റേഷ്യോ 4.8 ടൈംസും ബി എന്ന കമ്പനിയുടേത് 5.68 ടൈംസും ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബി എ അപേക്ഷിച്ച് എ അണ്ടർ വാല്യൂഡ് ആണ് എന്നാണ്. വീണ്ടും നമുക്ക് അടിവരയിട്ട് പറയാനുള്ളത്, ഈ റേഷ്യോസ് മാത്രം നോക്കി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കരുത്. ഒരു ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എപ്പോഴും മറ്റു മെട്രിക്സ് കൂടി കണക്കിലെടുക്കും. സ്റ്റോക്കുകളുടെ റിലേറ്റീവ് അണ്ടർ വാല്യുവേഷൻ കണക്കാക്കാൻ ഈ റേഷ്യോസിന്റെ കൂടെ തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ട മറ്റു ചില മെട്രിക്സ് കൂടെയുണ്ട്. പ്രൈസ് ടു ക്യാഷ് ഫ്ലോ, പ്രൈസ് ടു സെയിൽസ് എന്നിവയൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഏറ്റവും ക്രിട്ടിക്കലായ ഭാഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ. ഒരു കമ്പനിയുടെ അണ്ടർ വാല്യുവേഷൻ ജസ്റ്റിഫൈഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? അതായത് റേഷ്യോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പനി അണ്ടർ വാല്യൂഡ് ആണ് എന്ന് മനസ്സിലായാൽ ആ അണ്ടർ വാല്യുവേഷൻ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ടോ, എപ്പോഴാണ് ഇത് കാര്യമാക്കി എടുക്കേണ്ടത് എന്നൊക്കെ ഇനി നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ അണ്ടർ വാല്യുവേഷന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാവാം. ആ കമ്പനിയുടെ ബ്രാൻഡ് സ്ട്രെങ്ത് കുറവായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ടെക്നോളജി അഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ആ കമ്പനി പിന്നിലായതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡൗൺ ആയതുകൊണ്ടായിരിക്കാം, യുണീക്കായ ഒഴിവാക്കാനാകാത്ത സംഭവ വികാസങ്ങൾ കാരണമാവാം, അതല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കുറവായതുകൊണ്ടാവാം ആ കമ്പനി അണ്ടർ വാല്യൂഡ് ആയിരിക്കുന്നത്. കമ്പനി പബ്ലിക് സെക്ടറിലാണോ അതോ പ്രൈവറ്റ് സെക്ടറിലാണോ എന്നത് കാരണമായേക്കാം, അല്ലെങ്കിൽ കോൺഗ്ലോമറേറ്റ് ഡിസ്കൗണ്ട് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീപ്പായി നമ്മളൊന്ന് ചികഞ്ഞു നോക്കി മാത്രമാണ് ഒരു കമ്പനിയുടെ അണ്ടർ വാല്യുവേഷൻ ഭാവിയിൽ നമുക്ക് ഗുണകരമാകുമോ ഇല്ലയോ എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ITCയുടെ നിലവിലെ പി ഇ റേഷ്യോ 19 ടൈംസ് ആണെന്ന് വിചാരിക്കുക. ITC ഉൾപ്പെടുന്നത് FMCG ഇൻഡസ്ട്രിയിലാണ്. ഇതേ ഇൻഡസ്ട്രിയിലെ മറ്റു ചില പ്ലെയേഴ്സിന്റെ പി ഇ റേഷ്യോ ഇനി പറയുന്നത് പോലെയാണെന്നും ഇരിക്കട്ടെ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 67 ടൈംസ്, മാരിക്കോ 59 ടൈംസ്, പിന്നെ
നിഫ്റ്റി FMCGയുടെ PE റേഷ്യോ 41 ടൈംസും ആണെന്ന് ഇരിക്കട്ടെ. ഇത് വെച്ച് നോക്കുമ്പോൾ ITC അണ്ടർ വാല്യൂഡ് ആണ്. കാരണം അതിന്റെ PE റേഷ്യോ വളരെ കുറവാണ്. പക്ഷേ നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ITCയുടെ ഭൂരിഭാഗം ഏർണിംഗ്സും വരുന്നത് അവരുടെ സിഗരറ്റ്സിൽ നിന്നുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഗോഡ്ഫ്രേ ഫിലിപ്സ് VST ഇൻഡസ്ട്രീസ് പോലെയുള്ള ടൊബാക്കോ പ്ലെയേഴ്സിനെ എടുത്തും കൂടെ നോക്കണം. ഗോഡ്ഫ്രേ ഫിലിപ്സിന്റെ PE 19 ടൈംസ് ആണ്, VST ഇൻഡസ്ട്രീസിന്റേത് 15 ടൈംസ് ആണ്, ITCയുടേത് 19 ആയിരുന്നു. അപ്പൊ ഇവിടെ അത് അണ്ടർ വാല്യൂഡ് അല്ല. അപ്പൊ FMCG ഇൻഡസ്ട്രിയുടെ സർഫസിൽ ITC അണ്ടർ വാല്യൂഡ് ആയിരിക്കാം. പക്ഷേ അതിന്റെ ഫണ്ടമെന്റൽസിലേക്ക് ഡീപ്പായി ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ അണ്ടർ വാല്യൂഷൻ നമ്മൾ കണക്കിലെടുത്തിട്ട് കാര്യമില്ല എന്നാണ്. ഇനി വേറെ ചില കാരണങ്ങൾ നോക്കാം. കമ്പനിയുടെ ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത, മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില സംഭവങ്ങൾ കാരണം അണ്ടർ വാല്യൂഷൻ സംഭവിക്കാം. കമ്പനിയുടെ കീ മാനേജറിയൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് നേരെ ഉണ്ടാകുന്ന അപകീർത്തികരമായ ഒരു വിവാദം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു കേസ്, ഇത്തരം സംഭവങ്ങൾ കമ്പനിയുടെ ബിസിനസ്സിൽ മെറ്റീരിയൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ വാല്യൂ കുറയാം. ഇത് അധികകാലം നിലനിൽക്കാൻ സാധ്യതയില്ലാത്തൊരു റീസൺ ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഈ അണ്ടർ വാല്യൂഷൻ ഓപ്പർച്യൂണിറ്റി മുതലെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉണ്ടായ പ്രശ്നം പതിയെ മാഞ്ഞു പോയി കമ്പനി അതിന്റെ ശരിയായ വാല്യൂഷനിലേക്ക് തിരിച്ചു വരും എന്ന എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അണ്ടർ വാല്യൂഷൻ ഒരു ഓപ്പർച്യൂണിറ്റിയായി എടുക്കാവുന്ന മറ്റൊരു കേസ് നമുക്ക് നോക്കാം. സാധാരണയായി ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ബുദ്ധിമുട്ടുള്ള ടഫായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ കമ്പനി അല്ലെങ്കിൽ ആ സെക്ടർ അണ്ടർ വാല്യൂഡ് ആയിട്ട് തോന്നാം. റേഷ്യോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ തന്നെ അവരുടെ തന്നെയുള്ള ഹിസ്റ്റോറിക്കൽ വാല്യൂഷനുമായി കമ്പയർ ചെയ്യുമ്പോഴാവാം. പക്ഷേ അപ്പോഴും കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ഇൻടാക്റ്റ് ആയി സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ആ ഇൻഡസ്ട്രിയുടെ ഡൈനാമിക്സ് പഴയ പോലെ ആ ടഫ് ടൈം കഴിയുമ്പോൾ നോർമൽ ആയി തിരിച്ചു വരും എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ആ അണ്ടർ വാല്യൂഡ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാവുന്നതാണ്. എക്സാമ്പിൾ നോക്കാം. COVID-19 പാൻഡമിക് ട്രാവൽ ഇൻഡസ്ട്രിയെ നന്നായി ബാധിച്ചു. ആ ഇൻഡസ്ട്രിയിലെ എല്ലാ പ്ലെയേഴ്സും ഒരുപാട് സഫർ ചെയ്തു. പക്ഷേ കമ്പനികളുടെയും ഇൻഡസ്ട്രികളുടെയും കോർ ഫണ്ടമെന്റൽസ് ഇൻടാക്റ്റ് ആയിരുന്നത് കൊണ്ട് കാര്യങ്ങൾ നോർമലായി തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രി പ്ലെയേഴ്സ് എല്ലാവരുടെയും വാല്യൂഷൻ ഉയർന്നു. ഇതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള അണ്ടർ വാല്യൂഷൻ വരുന്ന മറ്റൊരു കേസ് നമുക്ക് വീണ്ടും നോക്കാം. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് വളരെയധികം മെച്ചപ്പെട്ട് കഴിഞ്ഞിട്ടും ആ കമ്പനിയുടെ ഷെയർ പ്രൈസിലോ അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസിലോ ആ നല്ല മാറ്റം റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ഒരു കേസ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കുറച്ച് കഴിയുമ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് ഉയരുകയും മെല്ലെ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുകയും ഷെയർ പ്രൈസ് കൂടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വാല്യൂഷൻ ഉയരും. ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ ഉണ്ടാകും. ഇതിനൊരു ഉദാഹരണമാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഫോക്കസ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മാറ്റത്തിന് അനുസൃതമായ പെർഫോമൻസ് കമ്പനി കാണിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഷെയർ പ്രൈസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കൂടുകയാണ് ഉണ്ടായത്. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സ്റ്റോക്കിന്റെ വാല്യൂഷൻ കൂടും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ആ ഷെയറുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതുപോലെ തന്നെ ചില സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽസിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും മാർക്കറ്റ് ക്രഷ് കാരണം അല്ലെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ കാരണം ആ സ്റ്റോക്കുകൾ ചിലപ്പോൾ അണ്ടർ വാല്യൂഡ് ആകാം. ഇതും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കമ്പനിക്ക് ലോങ് ടേം പൊട്ടൻഷ്യൽ അപ്പോഴും ഉണ്ടാകും. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ അണ്ടർ വാല്യൂഷൻ എങ്ങനെയുണ്ടായി, അതിന്റെ കാരണം എന്താണ്, അതിന്റെ സോഴ്സ് എന്താണ് എന്നൊക്കെ നന്നായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, അന്വേഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി വേറൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഗ്രോക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ഇൻട്രസ്റ്റിംഗ് ബ്ലോഗുകൾ, ന്യൂസ് എല്ലാം ഉണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.